അതെ, ഇന്ന് നമുക്കേ സിമ്പിളായിട്ടേ ഒരു മീൻ കറി വെച്ചാലോ. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞു, എന്താണ് സൗണ്ട് മാത്രം കൊടുക്കാണ്ട് ഫേസും കൂടെ കാണിച്ചിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ മോന്ത കാണിക്കാമല്ലെന്ന് വിചാരിച്ചത്. അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് അത്യാവശ്യം വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല. നിങ്ങൾ കൊള്ളൂലെന്ന് പറയണം ഗൈസ്. ഷോ അങ്ങനെ പറയില്ല കേട്ടോ. കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറഞ്ഞു, പക്ഷേ നല്ല വീഡിയോ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി വീഡിയോയിലോട്ട് പോവാം. അതെ, അപ്പം നമ്മുടെ ഇന്നത്തെ താരം ഇവനാണ് കേട്ടോ. ഇതിന് ഞങ്ങളുടെ ഇവിടെ വാളക്കൂരി എന്നാണ് പറയണത്. കണ്ടോ, നല്ല നെയ്യാട്ടം കഴിച്ച് നല്ല ടേസ്റ്റാണ്. ഇതുണ്ട് നിങ്ങളുടെ കളർ വയ്ക്ക്. അപ്പോൾ കറി വെച്ചാലോ. ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി കേട്ടോ, അല്ലെങ്കിൽ തക്കാളി മാത്രം ഇട്ടാൽ ചിലപ്പോൾ പുളി പിടിക്കില്ല. അപ്പോൾ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി, തക്കാളിയല്ല ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കേ ചട്ടി അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ദേ ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചിട്ടാ. ഇനി എൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചേക്കാം, ഇനി കാണിച്ചില്ലെന്ന് വേണ്ട. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ചതച്ചിട്ട സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കാട്ടോ. ഭയങ്കര പുകയാണ് ഗൈസ്. അല്ല പുകയല്ല, എന്താ പറയുക, മറ്റേ ഇങ്ങനെ ആവി വരില്ലേ. ഇതെനിക്ക് എന്താണെന്നറിയില്ല, രാവിലെ തുടങ്ങിയ ഭയങ്കര വെള്ളിയാണ്. വാ തുറന്നാൽ വെള്ളിയാവുന്നത്. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കല്ല കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇനി ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്, പുളി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടികളൊക്കെ കൂടി തട്ടിക്കൂട്ടി അങ്ങോട്ട് ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ഇത്തിരി ക്രഷ്ഡ് ചില്ലി ഒരു ഇത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഇനി അത് ഇവിടെ നിന്ന് മുരിയട്ടെ. മുളക് മരിഞ്ഞുള്ളേക്കും നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ വെള്ളം ഒഴിക്കും. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആദ്യം കുറേ നേരം ഇങ്ങനെ തിളപ്പിക്കും കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാമോ, മുളക് മുരിയാനുണ്ടെങ്കിൽ അത് നന്നായിട്ട് മുരിയും. പിന്നെ ബാക്കി വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ പെറുക്കി അങ്ങോട്ട് ഇടാം. അതെ, ഈ ചീനച്ചട്ടി കണ്ടിട്ട് ആരും പേടിക്കണ്ടടാ. ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ചീനച്ചട്ടിയാണ് ഗൈസ്. അപ്പോൾ നെയ്യ് കണ്ട ഇപ്പോൾ ആ പീസ് എനിക്കാണേ. അപ്പോൾ നമുക്ക് എല്ലാം പെറുക്കി അങ്ങോട്ട് ഇടാം. ഇനി അതവിടെ ഇരുന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ കറി റെഡി ഗൈസ്. ഒരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കറി വെന്തേയുമ്പോൾ ചോറിനിട്ടിട്ടാ